നമസ്കാരം, ഋഷിപ്രപ്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചിങ്ങക്കൂറുകാർക്ക് ആഹ്ലാദിക്കാൻ വകയുള്ള ഒരു പ്രധാന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കുന്നത്. ചിങ്ങക്കൂറുകാരുടെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം ആഗതമായിരിക്കുകയാണ്. ആ വിഷയം നിങ്ങൾക്കായിട്ട് അറിയിക്കുകയാണ്. ചിങ്ങക്കൂറുകാരെ, നിങ്ങൾ സന്തോഷിക്കുക. 2026 നിങ്ങളുടെ വിജയ വർഷമാണ്. നിങ്ങൾക്കുള്ള ഒരു വളരെ വലിയ സന്തോഷ വർത്തമാനവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വലിയ തലക്കെട്ടുകൾ കൊടുത്തുകൊണ്ട് സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളെ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ അതിവിശേഷപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എടുത്തു പറയുകയാണ് ഈ വീഡിയോയിലൂടെ. ഇപ്പോൾ സമയം മാറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചിങ്ങം രാശിക്കാർ അവരുടെ യഥാർത്ഥ സ്വഭാവമായിട്ടുള്ള മുന്നിൽ നിന്ന് നയിക്കുന്ന സ്വഭാവത്തിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. അവർ മുന്നിൽ നിന്ന് നയിക്കാൻ തുടങ്ങിയാണ്. സിംഹത്തെ പോലെ തന്നെ അവരുടെ ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന വർഷമാണ്, സമയമാണ് ആഗതമായിരിക്കുന്നത്. ഇതിന്റെ കാരണങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. 2026 എന്നത് സംഖ്യാശാസ്ത്രപരമായിട്ട് 1 എന്ന സംഖ്യയിലാണ് എത്തുന്നത്. 2ഉം 6ഉം 2ഉം ചേരുമ്പോൾ 1 10 എന്ന് കിട്ടും. അത് 1 1 ജന്മസംഖ്യയായിട്ടുള്ളവർക്കും ചിങ്ങക്കൂറുകാരെ പോലെ തന്നെ വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. അത് പറ്റുമെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. നമുക്കിതിന്റെ കാര്യകാരണങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. തൽക്കാലത്തേക്ക് ഏതാണ്ട് 1.5 മാസത്തേക്ക് വ്യാഴം 12-ൽ, അതായത് കർക്കിടകൻ രാശിയിലേക്ക് വന്നിരുന്നു. അത് വലിയ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കില്ലെങ്കിൽ പോലും ചിങ്ങക്കൂറുകാർ ഒന്ന് ഒതുങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകാം. വീണ്ടും ഡിസംബർ 5-ന് വ്യാഴം 11-ലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. അത് മെയ് മാസം വരെ ഉണ്ടാകും. എന്നാൽ സൂര്യന്റെ വർഷം എന്നുള്ള നിലയ്ക്ക് ചിങ്ങക്കൂറുകാർക്ക് വർഷം മുഴുവനും ഇനി അങ്ങോട്ടുള്ള കാലത്ത് അവരുടെ സ്വതവേയുള്ള രാജാധികാരങ്ങൾ പ്രയോഗിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. സൂര്യന്റെയും സിംഹത്തിന്റെയും ഒക്കെ തീഷ്ണത നിഴലിക്കുന്നതാണ്. ഓരോ പ്രവർത്തനങ്ങളിലും അവർ വിജയം കൈവരിക്കുന്നതാണ്. അധികാരങ്ങളൊക്കെ അവരെ തേടിയെത്തുന്നതാണ്. 11-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വഴി പല അത്ഭുതങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതേപോലെ തന്നെ ചൊവ്വയുടെ മാറ്റവും ചിങ്ങക്കൂറുകാർക്ക് വളരെ അനുകൂലമായിട്ട് ഭാവിച്ചിരിക്കുകയാണ്. ചൊവ്വ 4-ാം ഭാവത്തിലൂടെ, അതായത് സ്വക്ഷേത്രമായിട്ടുള്ള വൃശ്ചികം രാശിയിലൂടെ സഞ്ചരിച്ചപ്പോൾ അത്ര നല്ലൊരു അനുഭവത്തിലായിരുന്നില്ല. ഒതുക്കപ്പെട്ടതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ ചിങ്ങക്കൂറുകാർ കടന്നു പോയിട്ടുണ്ടാകാം. ചൊവ്വ ഇപ്പോൾ 5-ാം ഭാവത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വ്യാഴത്തിന്റെ നേർ 7-ാം ഭാവത്തിൽ വ്യാഴത്തിന്റെ ദൃഷ്ടിയിൽ പരസ്പരം കുജ വ്യാഴ യോഗത്തെ അത് സമ്മാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സൂര്യനും കൂടെ എത്തിയിരിക്കുകയാണ്. ഒരു പഞ്ചഗ്രഹ യോഗം അനുകൂലമായി ചിങ്ങക്കൂറുകാർക്ക് ഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഫലങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. ഈ ഫലങ്ങൾ എങ്ങനെയാണ്, അത് എപ്പോഴൊക്കെയാണ് ചിങ്ങക്കൂറിൽപ്പെട്ട ഓരോ നക്ഷത്രക്കാർക്കും ലഭിക്കുക എന്നും മറ്റും നമുക്ക് വീഡിയോയിലേക്ക് തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്തു വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ അറിവ് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടി ഒന്ന് അറിയിക്കുക. ചിങ്ങക്കൂറിൽ വരുന്നത് 3 നക്ഷത്രങ്ങളാണ്. മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ. ഈ 3 നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഫലങ്ങൾ ചിലപ്പോൾ വന്നേക്കുക. അതായത് ചിലപ്പോൾ കുറച്ച് സമയത്തിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതൊക്കെ വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കാം. വിഷയങ്ങളിലേക്ക് നമുക്ക് വീണ്ടും കടക്കാം. ഒക്ടോബർ 18-ാം തീയതി വ്യാഴം 12-ാം സ്ഥാനത്തേക്ക്, 12-ാമത്തെ രാശിയിലേക്ക് സഞ്ചരിച്ചപ്പോൾ ഒതുക്കപ്പെട്ട അവസ്ഥയുണ്ടായി. തിരികെ ഇപ്പോൾ 11-ാം രാശിയിലേക്ക് വ്യാഴം കടന്നിരിക്കുകയാണ്. ഇത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സന്തോഷ വാർത്തയാണ്. കൂടെ ചൊവ്വയുടെയും സൂര്യന്റെയും ഒക്കെ ശക്തിയും കൂടി ചേരുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള സമയമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മികച്ച സമയം വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞത്. ഈ 2 സംക്രമങ്ങളും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യം വ്യാഴ സംക്രമം ചെയ്യുന്ന ഫലത്തെ ആദ്യം ഒന്ന് പരിശോധിക്കാം. വ്യാഴം സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തുന്നതാണ്. ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള ചിങ്ങക്കൂറുകാർക്കും നല്ല മാറ്റങ്ങൾ ഇത് കൊണ്ടുവരും. പൊതുവെ എല്ലാ കാര്യത്തിലും മികച്ച അനുഭവങ്ങൾ കൊണ്ടുവരും. ഇനി ചൊവ്വയുടെ സംക്രമ ഫലം മൂലവും ലഭിക്കുന്ന ഗുണഫലങ്ങളെ കൂടി നോക്കാം. കുടുംബപരമായി ഉണ്ടായിരുന്ന ആശങ്കകളൊക്കെ അവസാനിക്കുന്നതാണ്. ഭാഗ്യാനുഭവങ്ങൾ മികച്ചതാകുന്നതാണ്.
എല്ലാ രീതിയിലും ചൊവ്വ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലത്തെ നൽകും. ഇതെല്ലാം ഞാൻ പൊതുവായിട്ടുള്ള അനുഭവങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം എല്ലാ ചിങ്ങക്കൂറുകാർക്കും പൊതുവായി ലഭിക്കണമെന്നില്ല, എല്ലാം ഉടൻ തന്നെ ലഭിക്കണമെന്നില്ല. അതിനൊക്കെ ഓരോ സമയവും കാലമുണ്ട്. അത് ഓരോരുത്തരുടെയും ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തി വ്യത്യസ്തമായിരിക്കാം, നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിലും വ്യത്യസ്തമായിരിക്കാം. നമുക്ക് അതൊക്കെ ഒന്ന് പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രംകാലം എന്ന് പറഞ്ഞു. നിങ്ങളുടെ നക്ഷത്രം മകമാണ് എങ്കിൽ മകൻ നക്ഷത്രക്കാർക്ക് മൂലം, രേവതി എന്നീ നക്ഷത്രങ്ങൾ കർമ്മ ഭാഗ്യ നക്ഷത്രങ്ങളാണ്. ചൊവ്വാഗ്രഹം ഡിസംബർ 25 വരെ മൂലം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. അത് മകൻ നക്ഷത്രക്കാരുടെ കർമ്മ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ മകൻ നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. ഡിസംബർ 25 വരെ സമയം അത്ര നല്ലതല്ല. അതിനുശേഷം മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാര്യങ്ങൾ നല്ല നിലയിലേക്ക് പോവുകയും ഞാൻ മുൻപ് പറഞ്ഞ അനുഭവങ്ങളിലേക്ക് ഏറ്റവും നല്ല ഗംഭീരമായിട്ടുള്ള സമയത്തേക്ക് മാറുകയും ചെയ്യും. അതായത് പൊതുവെ ചുരുക്കി പറഞ്ഞാൽ മകൻ നക്ഷത്രക്കാർക്ക് നല്ല കാലം ആരംഭിക്കുന്നത് ഡിസംബർ 25-ന് ശേഷമാണ് എന്നർത്ഥം. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൂരാട നക്ഷത്രത്തിൽ ചൊവ്വ വരുന്നത് ഡിസംബർ 25 മുതൽ ജനുവരി 11 വരെയാണ്. അതുകൊണ്ട് തന്നെ ജനുവരി 11 വരെ പൂരം നക്ഷത്രക്കാർക്ക് ദോഷകാലമാണ് എന്ന് പറയാം. ഈ സമയം വരെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഉത്ര നക്ഷത്രക്കാരുടെ അനുജന്മ നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രത്തിൽ ചൊവ്വ വരുന്നത് ജനുവരി 11 മുതൽ ജനുവരി 29 വരെയാണ്. അതായത് ഉത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജനുവരി 29 വരെ സമയം മോശമാണ് എന്നർത്ഥം. അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കുന്ന രാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങൾ ചിങ്ങക്കൂറിൽ വരുന്ന ഉത്ര നക്ഷത്രക്കാർക്ക് ലഭിക്കുക. പൊതുവെ കന്നിക്കൂറിൽ വരുന്ന ഉത്ര നക്ഷത്രക്കാർക്കും ഇതിന്റെ അല്പസ്വല്പമൊക്കെ ഫലങ്ങൾ കിട്ടാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ മകൻ നക്ഷത്രക്കാർക്ക് ഡിസംബർ 25-ന് ശേഷവും പൂരം നക്ഷത്രക്കാർക്ക് ജനുവരി 11-ന് ശേഷവും ഉത്ര നക്ഷത്രക്കാർക്ക് ജനുവരി 29-ന് ശേഷവും രാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങളിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ചിങ്ങക്കൂറുകാർ ആഹ്ലാദിക്കാൻ ആദ്യം ഞാൻ പറഞ്ഞത്. ഇനി ഈ ഫലങ്ങളൊക്കെ കണ്ണുമടച്ച് പൂർണ്ണമായിട്ട് കിട്ടും എന്ന് പറയാനാകില്ല. അതിന് നമ്മളുടെ ജാതകം കൂടി അനുകൂലമാകണം. ആ കാര്യങ്ങൾ ഏകദേശം ഒന്ന് പറഞ്ഞു തരാം. ജാതകത്തിലെ അഷ്ടവർഗത്തിലെ ഫലങ്ങൾ കൂടി അതിന് അനുകൂലമായിട്ട് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജാതകം കയ്യിലുണ്ടെങ്കിൽ അതിന്റെ അഷ്ടവർഗം എടുക്കുക. വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് മിഥുനം രാശിയിലാണ്. ഭിന്ന അഷ്ടവർഗത്തിൽ മിഥുനം രാശിക്ക് 6, 7, 8 എന്നീ രേഖകളൊക്കെ ഉണ്ടെങ്കിൽ അനുകൂലമായിട്ട് വരും. അതിൽ കുറവുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അല്പം കുറവുകൾ വന്നേക്കാം. ചൊവ്വ ഇപ്പോൾ നിൽക്കുന്നത് 9ാമത്തെ രാശിയിലാണ്. നിങ്ങളുടെ ഭിന്നാഷ്ടവർഗത്തിൽ 9ാമത്തെ രാശിയിൽ, അതായത് ധനുരാശിയിൽ 3, 4 രേഖകളാണെങ്കിൽ കുഴപ്പമില്ല. കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അത് വേണ്ടത്ര ഫലത്തെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നൽകില്ല. ഇനി ലഗ്നം അനുസരിച്ചും ചില മാറ്റങ്ങളും ഫലങ്ങളിൽ വ്യത്യാസവും ഒക്കെ വന്നേക്കാം. നിങ്ങളുടെ രാശി ചിങ്ങം രാശിയാണ്. ആർക്കാണ് ഏറ്റവും നല്ല സമയം വരിക എന്ന് നോക്കാം. ചിങ്ങം രാശി അഥവാ ചിങ്ങക്കൂറ് എന്ന് പറയുന്നത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ്. ജനിച്ച സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ലഗ്നരാശിയും ഇതോടൊപ്പം പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് എത്രമാത്രം ഫലത്തിലേക്ക് വരും എന്ന് പറയാനാകൂ. അതായത് ചിങ്ങം രാശിയുടെ അനുകൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ രാശിയിൽപ്പെടുന്ന ലഗ്നരാശിയിൽ ജനിക്കുന്നവർക്കായിരിക്കും കൂടുതൽ അനുഭവങ്ങൾ വരിക, നല്ല ഫലങ്ങൾ വരിക. അതായത് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരായിട്ടുള്ള നിങ്ങൾക്ക് മേടം, ചിങ്ങം, ധനു എന്നീ ലഗ്നങ്ങളിലാണ് ജനിച്ചതെങ്കിൽ മികച്ച സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ കർക്കിടകം, വൃശ്ചികം, മീനം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർക്കും വളരെ നല്ല അനുകൂല സമയമാണ് വരാൻ പോകുന്നത് എന്ന് പറയാം. മറ്റു രാശികളിലാണ് ലഗ്നമായിട്ട് നിങ്ങൾ ജനിച്ചിരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലെ ഫലങ്ങളിൽ അല്പസ്വല്പമൊക്കെ കുറവുകൾ ഉണ്ടായേക്കാം. പൂർണ്ണഫലത്തെ ലഭിക്കുകയില്ല എന്ന് സാരം. അതായത് ഇടവം, കന്നി, മിഥുനം, തുലാം, കുംഭം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർക്ക് ഈ ഫലങ്ങളൊന്നും അത്ര അനുഭവത്തിൽ വരണമെന്നില്ല. ഈ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വേണം ചിങ്ങക്കൂറുകാരായിട്ടുള്ള നിങ്ങളുടെ രാജയോഗം ഇനി എത്രമാത്രം അനുഭവത്തിലേക്ക് വരും എന്ന് പറയാൻ സാധിക്കൂ. ഇത് നിങ്ങൾക്ക് തന്നെ നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചത്. പൊതുവെ നമുക്ക് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അവരുടെ രാജയോഗം വരാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജാതകം പരിശോധിച്ച് അതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. നന്ദി, നമസ്കാരം, ശുഭദിനം.